പിഞ്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ വാത്സല്യത്തോടെ നോക്കുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെയുള്ള നവജാത ശിശുക്കളോട് ക്രൂരത കാട്ടാൻ മനസ്സാക്ഷി ഉള്ളവർക്ക് കഴിയുമോ? എന്നാൽ പെറ്റമ്മ പോലും കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്ന ഒരു കെട്ട കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കൊച്ചി മറൈൻ ഡ്രൈവിൽ നിന്നുള്ള ഒരു കാഴ്ച ആരെയും സങ്കടപ്പെടുത്തും. പൊക്കിൾക്കൊടി പോലും മുറിയാത്ത ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കായലിൽ. വൈകുന്നേരത്തോടെ മറൈൻ ഡ്രൈവിലെത്തിയ 2 പെൺകുട്ടികളാണ് ഈ കാഴ്ച ആദ്യം കണ്ടത്. വിവരമറിഞ്ഞ് പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ ഒരു പെൺകുഞ്ഞാണ് മരിച്ചതെന്ന് വ്യക്തമായി. കുഞ്ഞിനെ ആരെങ്കിലും കൊലപ്പെടുത്തി ഉപേക്ഷിച്ചതാകാമെന്നാണ് നിഗമനം. സമീപത്തെ ഫ്ളാറ്റുകളും പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. വൈകുന്നേരത്തോടെയാണ് മറൈൻ ഡ്രൈവിന് സമീപമുള്ള കായലിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. വൈകിട്ട് 4 മണിയോടെ വാക്വേയിൽ നടക്കാനെത്തിയ 2 പെൺകുട്ടികൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന നിലയിൽ മൃതദേഹം കാണുകയായിരുന്നു. തുടർന്ന് സമീപത്തുണ്ടായിരുന്നവരെയും പോലീസിനെയും വിവരമറിയിച്ചു. മൃതദേഹത്തിന് 1 ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് കരുതുന്നു. പൂർണ്ണ വളർച്ചയെത്താത്ത പെൺകുഞ്ഞിൻ്റേതാണ് മൃതദേഹം. കുട്ടിക്ക് തലയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട്. മൃതദേഹം കണ്ടെത്തിയ മറൈൻ ഡ്രൈവിന് സമീപത്തെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന് എറണാകുളം സെൻട്രൽ ACP പറഞ്ഞു. സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്, മാത്രമേ ഉള്ളൂ. ഇത് ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണം. പിന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് മരണകാരണത്തെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പറ്റും. ഏകദേശം എത്ര ദിവസം പഴക്കമുണ്ട്? ഏകദേശം ഒരു ഇതിൽ മനസ്സിലാവുന്നത് നമുക്ക് അസസ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് വെള്ളം സോർട്ടീവ് ഇതാണ്, വെള്ളമാണ്. ഉപ്പിൻ്റെ അംശമുള്ളതുകൊണ്ട് നമുക്ക് നോർമൽ ഡീകമ്പോസിഷൻ ഇത് പറയാൻ കഴിയില്ല. പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് അയക്കാനാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം ബുധനാഴ്ച നടക്കും. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.